നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വർണ്ണക്കൊള്ള കേസ്. യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ടറേറ്റിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ച 12ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പടിഞ്ഞാറേക്കല്ലടയിലെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം. യൂത്ത് കോൺഗ്രസ് വിമതർ പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തു. കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിൽ ഒഴിച്ച് മായ്ച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് പാർട്ടിക്കുള്ളിൽ സ്വരച്ചേർച്ച ഉടലെടുത്തത്. കനാൽ പുറമ്പോക്ക് നിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു. പുനലൂർ താലൂക്കിലെ വിവിധ വില്ലേജുകളിലായി താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം നൽകുന്നതിനായുള്ള നടപടികൾ യാഥാർത്ഥ്യമാകുന്നു. ചാലിയക്കര 16 ഫില്ലിംഗ്, ഉപ്പുകുഴി, ഇടമൺ, 4 സെന്റ് ഉന്നതി, ഉറുക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു. മടത്തറ കൊല്ലായിൽ സ്വദേശി 17 വയസ്സുകാരൻ അഹ്സാൻ ആണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട അഹ്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊല്ലം കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. കളക്ടറേറ്റിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ച 12ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയുടെ അന്വേഷണം സുതാര്യമാക്കുക. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി നടക്കുന്ന അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന CPM നേതാക്കൾക്കെതിരെ കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് നിരത്തി തടഞ്ഞു. തുടർന്ന് കളക്ടറേറ്റിന് തെക്കുഭാഗത്തെ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമം നടന്നു. ഇതും പോലീസ് തടഞ്ഞു. ഇതിനിടയിൽ അകത്തുണ്ടായിരുന്ന 12ഓളം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതും പോലീസ് വിഫലമാക്കി. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരുമായി പുറത്തേക്ക് വന്ന പോലീസ് വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് R. അരുൺരാജ് ഉദ്ഘാടനം ചെയ്തു. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ പല ഉന്നതരും സെൻട്രൽ ജയിലിൽ കിടന്നുറങ്ങുമെന്ന് അരുൺരാജ് പറഞ്ഞു. ഇടതുപക്ഷം ചെങ്കോട്ട എന്ന് അവകാശപ്പെടുന്ന പല വാർഡുകളും UDFന് ലഭിച്ചത് CPM നേതാക്കളുടെ സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണെന്ന് R. അരുൺരാജ് വ്യക്തമാക്കി. കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി അധികാരത്തിൽ വരാനായിരുന്നു പിണറായി വിജയന്റെ ബുദ്ധി. അത് പാളിപ്പോയതിന്റെ ഭാഗമാണ് ഭൂരിപക്ഷ ധ്രുവീകരണം നടത്തി ശബരിമലയിൽ വിശ്വാസ സംരക്ഷണം നടത്തി ഈ സർക്കാർ ഭൂരിപക്ഷത്തിന്റെ വോട്ടുറപ്പിക്കാൻ പരിപാടി നടത്തിയതെന്നും അരുൺരാജ് കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പവിജ പത്മൻ, ചൈത്ര വി തമ്പാൻ, ഷംന നൌഷാദ്, സംസ്ഥാന സെക്രട്ടറിമാരായ അജു ജോർജ്, രതീഷ് കുറ്റിയിൽ, ശിവകുമാർ, അസൈൻ പള്ളിമുക്ക്, ഷക്കീം പത്തനാപുരം, അനസ് ഇരവിപുരം, വിഷ്ണു ശ്യാം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കനാൽ പുറമ്പോക്ക് നിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു. പുനലൂർ താലൂക്കിലെ വിവിധ വില്ലേജുകളിലായി താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം നൽകുന്നതിനായുള്ള നടപടികൾ യാഥാർത്ഥ്യമാകുന്നു. നടപടിക്ക് മുന്നോടിയായി ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, PS സുബാൽ MLA എന്നിവർ ചാലിയക്കരയിൽ സന്ദർശനം നടത്തി. പുനലൂർ താലൂക്കിലെ വിവിധ വില്ലേജുകളിലായി കനാൽ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം നൽകുന്നതിനായുള്ള നടപടികളാണ് യാഥാർത്ഥ്യമാകുന്നത്. കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകുന്ന നടപടിക്ക് മുന്നോടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ, MLA PS സുബാൽ എന്നിവർ ചാലിയക്കരയിൽ സന്ദർശനം നടത്തി. ചാലിയക്കര 16 ഫില്ലിംഗ്, ഉപ്പുകുഴി, ഇടമൺ, 4 സെന്റ് കോളനി, ഉറുകുന്ന് എന്നീ സ്ഥലങ്ങളിലാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. PS സുബാൽ MLAയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകാൻ തീരുമാനമായത്.
ഡാം, തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കനാൽ, ഇത് വളരെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ നാടിന് കുടിവെള്ളമേകുന്ന ഒരു വലിയ പദ്ധതിയാണ്. തീർച്ചയായിട്ടും അതിനനുബന്ധമായി വർഷങ്ങളായി നമ്മുടെ കനാലിന് ഇരുപുറവും താമസിക്കുന്ന ആളുകൾ ഈ കനാലിന്റെ നിർമ്മാണത്തിലും ഈ കനാലിന്റെ വികസനത്തിലും പുരോഗതിയിലും എല്ലാം വലിയ പങ്കുവഹിച്ചവരാണ് ഈ ഇരുവശവും താമസിക്കുന്ന കർഷകർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ജീവിതം പടുത്തുയർത്തിയത് ഈ ഭാഗത്ത് തന്നെയാണ്. തീർച്ചയായും ഈ ഭൂമിയുടെ അവകാശികളാണ് അവർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ദീർഘനാളുകളായി നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പല ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്ന അവസരത്തിൽ വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിന്റെ പ്രിയങ്കനായിട്ടുള്ള റവന്യൂ മന്ത്രിയും വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചത്. മന്ത്രി ശ്രീ കെ ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ വളരെ താല്പര്യമെടുത്ത് ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും ഈ കനാല് കടന്നു പോകുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ പ്രത്യേക നമ്മുടെ കൊട്ടാരക്കരയിലെ MLA മന്ത്രിയുമായിട്ടുള്ള ശ്രീ KN ബാലഗോപാൽ, അടൂരിലെ നമ്മുടെ MLA ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ശ്രീ ചിറ്റയം ഗോകുമാർ ഉൾപ്പെടെ എല്ലാ ജനപ്രതിനിധികളും വളരെ താല്പര്യമെടുത്താണ് ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പല മീറ്റിംഗുകൾ നമ്മൾ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അതിലെല്ലാം നമ്മുടെ റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ട നമ്മുടെ മന്ത്രിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിനും എടുത്ത നിലപാട് നമുക്ക് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. അതുപോലെ തന്നെ കർഷകർക്ക് ഭൂമി പതിച്ചു കൊടുക്കാം. സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടേക്കാം, പക്ഷേ ആ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്, മുന്നോട്ട് വെച്ചത്. കനാൽ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന ആളുകളുടെ കൈവശ ഭൂമിയുടെ കണക്കെടുപ്പ് മുൻപെടുത്തിരുന്നു. തുടർന്ന് ജലസേചന വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ കൂടിയ ജലസേചന റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ സംയുക്ത യോഗത്തിലാണ് കൈവശ ഭൂമിക്ക് പട്ടയം നൽകാൻ ധാരണയായത്. പ്രസ്തുത ഭൂമിക്ക് പുറത്ത് വീട് വെച്ച് താമസിക്കുന്നവർക്കും മറ്റ് ഭൂമിയില്ലാത്ത കൃഷിഭൂമി കൈവശം വെച്ചവർക്കും പട്ടയം നൽകും. നിർദ്ദിഷ്ട ഭൂപരിധിക്കുള്ളിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ഇവരുടെ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് KAPയുടെ മറ്റ് ഭൂമിയിൽ പട്ടയം നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശന വേളയിൽ അറിയിച്ചു. കർഷകരുമായി ബന്ധപ്പെട്ട നിർമ്മിതികളൊക്കെ ചില എഞ്ചിനീയറിംഗ് പരിശോധിക്കുമ്പോൾ കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. കനാലിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. കനാലിന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പയർ ഒക്കെ വന്നാൽ അത് പരിശോധിക്കാനും നന്നാക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫാണ്. ആ മെഷർമെൻറ്റ്സ് എല്ലാം ക്ലിയറാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ആ ലിമിറ്റിൽ വരുന്ന ചില വീടുകൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇറിഗേഷൻ്റെ തന്നെ മറ്റ് സ്ഥലത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ പകരം സ്ഥലം കൊടുത്ത് അവരെയും കൂടി സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഒരു പാക്കേജ് തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള ദീർഘകാലത്തെ വിഷയങ്ങൾ കഴിയുന്നത്ര പരിഹരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ നിങ്ങളെ വന്ന് കാണാനും നിങ്ങളെ കേൾക്കാനും ഒക്കെ ഇടവന്നതിലുള്ള സന്തോഷമുണ്ട്. ഇവിടെ തുടർന്നുള്ള നടപടികളും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് സാധ്യമായ നിലയിൽ വളരെ നല്ല നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം നല്ല സ്വഭാവത്തോടു കൂടി കണ്ട് സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി വീണ്ടും ഒന്നും കൂടി ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്ത് ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെ വന്നിട്ട് എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങൾ അഭിവാദ്യം ചെയ്യട്ടെ. ഗവൺമെൻറ് ഭൂമിയില്ലാത്തവർക്കും വീടില്ലാത്തവർക്കും പൂർണ്ണമായി സംരക്ഷണം നൽകുക എന്നുള്ളത്. തെന്മല പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സതീശൻ, വൈസ് പ്രസിഡന്റ് എബി ഷൈനു, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു. മടത്തറ കൊല്ലായിൽ സ്വദേശി 17 വയസ്സുകാരൻ അക്സാനാണ് അപകടത്തിൽപ്പെട്ടത്. 9 പേരടങ്ങുന്ന സംഘം കല്ലടയാറ്റിൽ കുളിക്കാൻ എത്തിയതായിരുന്നു. ഒഴുക്കിൽപ്പെട്ട അക്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത്. അപ്പം നമ്മൾ മുങ്ങി പെട്ടെന്ന് പൊങ്ങി വന്ന് പിന്നെ പെട്ടെന്ന് രക്ഷിച്ച്. ആറ്റിലിറങ്ങിയ അഹ്സാൻ ഒഴുക്കിൽപ്പെട്ട് കയത്തിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് ഒഴുകിപ്പോകുന്നത് കണ്ട സുഹൃത്തുക്കളാണ് അഹ്സാനെ രക്ഷപ്പെടുത്തിയത്. പരുത്തി SNHS സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അഹ്സാൻ. അഹ്സാനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു നിത്യസംഭവമായി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുകയാണ്. ഇവിടെ ഈ അടുത്ത സമയത്ത് തന്നെ ആ ഓണത്തിൻ്റെ അടുക്ക പരന്നൂരിൽ നിന്ന് പയ്യൻ വീണ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച 3 പെൺപിള്ളേർ വന്ന് വീണ്. അതിന് നാട്ടുകാരെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ ഈ പഠിക്കുന്ന കൊച്ചാണെന്ന് +2 പഠിക്കുന്ന കൊച്ചാണെന്ന് പറയുന്നു. അതിന് നാട്ടുകാരൊക്കെ കൂടി എന്തായാലും രക്ഷപ്പെടുത്തി. വെള്ളം ഒരുപാട് കുറഞ്ഞെടുക്കുന്നെങ്കിൽ എങ്കിലും ഈ ഇവിടെ വന്ന ആൾക്കാർ പാചകവും
ചെയ്തുള്ള കഴിപ്പും മദ്യപാനവും അതാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഈ കൊച്ചുങ്ങളൊന്നും മദ്യവെച്ചിട്ടില്ലെന്ന് ആരും കുടിച്ചിട്ടില്ല. അടുത്തൊന്നും ഇവിടത്തെ ഈ വേവപ്പം തീറ്റി എല്ലാം മതിയാക്കിക്കണം. അമ്മക്ക് അതേ ഉള്ളു. നമ്മൾ ആറ്റി ചെന്നാൽ അമ്മക്ക് കുളിക്കാൻ പറ്റത്തില്ല, അവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. പിള്ളേർ നമ്മളെ അടിയും അടിക്കാൻ വരക്കോണ്, ചീത്ത വിളിയാണ്, ബഹളമാണ്. അതെല്ലാം ഒന്നും നിർത്തലാക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അക്സാനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. നിരവധി അപകടങ്ങൾ സംഭവിച്ച ഭാഗത്താണ് അക്സാനും സുഹൃത്തുക്കളും കുളിക്കാനിറങ്ങിയത്. കഴിഞ്ഞ വർഷം 4 പേരാണ് ഈ പ്രദേശത്തെ കയത്തിൽ മുങ്ങി മരിച്ചത്. ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈകല്യങ്ങളെ മറന്ന് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഒത്തുകൂടിയത് വേറിട്ട അനുഭവമായി. ചവറ BRCയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികൾക്കുള്ള ദ്വിദിന സഹവാസ ക്യാമ്പാണ് നിഷ്കളങ്കമായ കളിച്ചിരികൾ കൊണ്ട് സമ്പന്നമായത്. സഹജ്യോതി എന്ന പേരിലാണ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വൈകല്യത്തിന്റെ പേരിൽ ബാല്യവും കൗമാരവും ഒരു മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കാൻ വിട്ടുകൊടുക്കാതെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് BRCകളുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ഭിന്നശേഷി കുട്ടികൾക്കായി ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചവറ ഗവൺമെന്റ് ഗേൾസ് HSSൽ 2 ദിനം ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത്. 23 വിദ്യാർത്ഥികളാണ് ക്യാമ്പിന്റെ ഭാഗമായത്. ആദ്യ ദിനത്തിലെ പ്രവർത്തനമായ മഞ്ഞുരുക്കൽ പേരിലെ വ്യത്യസ്തത മാത്രമല്ല, തീർത്തും നിഷ്കളങ്കതയിൽ പൊതിഞ്ഞ അവരുടെ കൂടിച്ചേരലിന് വ്യത്യസ്തമായ തലമാണ് സമ്മാനിച്ചത്. വിവിധ ഭാവത്തിൽ ചിരിക്കാനും കൈയടിക്കാനും പൂവിനെയും പച്ചക്കറികളെയും പരിചയപ്പെടാനും കഴിഞ്ഞത് കുട്ടികളുടെ ആത്മവിശ്വാസത്തിന്റെ തോത് കൂട്ടി. പച്ചക്കറി പഴമ്പൂ വേണോ, പച്ചക്കറി പഴമ്പൂ വേണോ, പച്ചക്കറി. തുടർന്ന് വർണ്ണങ്ങൾ ചാലിച്ച പേര് പകർന്ന വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പട്ടനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. അവിടെയും തീർന്നില്ല കുരുന്നുകൾക്കായി അധ്യാപകർ ഒരുക്കിവെച്ച അത്ഭുത കാഴ്ചകൾ. സായാഹ്നത്തിൽ അവരുമായി കടൽ തീരത്തേക്ക്. തങ്ങൾ നിർമ്മിച്ച പട്ടം ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി പറന്നത് അവർക്ക് സമ്മാനിച്ചത് അതിരില്ലാത്ത സന്തോഷമായിരുന്നു. പിന്നീട് ആട്ടവും പാട്ടും കഥപറച്ചിലുമായി ആ സായാഹ്നം നിറപ്പകിട്ടർന്നതായി. അധ്യാപകരുടെ നേതൃത്വത്തിൽ മുത്തശ്ശി കഥയുമായി എത്തിയതും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. ഇവിടെ നിൽക്കുവാണോ? ഏത് കഥയാ മക്കൾക്ക് കേക്കണ്ടതിന്ന്? ഏത് കഥയാ? അമ്പിളിക്കുട്ടി എന്താ പറഞ്ഞേ? സമ്മാനപ്പൊതികൾ വാങ്ങിയും ഇഷ്ടഭക്ഷണങ്ങൾ രുചിച്ചും ഇനിയും ഒത്തുചേരാമെന്ന പ്രതീക്ഷയും കൈമാറിയാണ് വിദ്യാർത്ഥികൾ യാത്ര പറഞ്ഞത്. 2 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സഹജ്യോതി എന്ന പേരിൽ നടത്തപ്പെട്ട ഈ ക്യാമ്പിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളായിരുന്നു മൊഡ്യൂൾ പ്രകാരം നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ആദ്യം കുട്ടികൾക്ക് മഞ്ഞുരുക്കൽ എന്ന സെഷനായിരുന്നു. അതിനുശേഷം അവർക്ക് പട്ടനിർമ്മാണം, ആ പട്ടനിർമ്മാണത്തിലൂടെ കുഞ്ഞുങ്ങൾ നിർമ്മിച്ച പട്ടവുമായി നമ്മളെല്ലാവരും തന്നെ വെള്ളനാതുരുത്ത് ബീച്ചിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയും അവരോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ചേർന്നുകൊണ്ട് പട്ടം പറത്തുകയും ഒക്കെ ചെയ്തത് വളരെ ഒരു നവ്യമായ ഒരു അനുഭവമാണ് അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞത്. ചവറ AEO അനിത, പ്രഥമാധ്യാപകൻ ജോസ്, BPC കിഷോർ കെ കൊച്ചയ്യം എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. അപ്പോൾ 2 ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നിന്നും പുറത്തേക്ക് അധികം പോകാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പ്രയോജനം ചെയ്യുന്ന 2 ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ദിവസം കുട്ടികളോടൊപ്പം പിന്നെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നിസാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പടിഞ്ഞാറേക്കല്ലടയിലെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം. യൂത്ത് കോൺഗ്രസ് വിമതർ പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് പാർട്ടിക്കുള്ളിൽ സ്വരച്ചേർച്ച ഉടലെടുത്തത്. കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിൽ ഒഴിച്ച് മായ്ച്ചു. പാർട്ടി ഓഫീസ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താഴിട്ട് പൂട്ടുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് പടിഞ്ഞാറേക്കല്ലടയിൽ കോൺഗ്രസിൽ സ്വരച്ചേർച്ച ഉടലെടുത്തത്. ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് വിമതർ ഓഫീസ് പിടിച്ചെടുത്തത്. കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിലൊഴിച്ച് മായ്ച്ചു. പാർട്ടി ഓഫീസ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചെടുത്ത് താഴിട്ട് പൂട്ടി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് ചന്ദ്രൻ, കല്ലട നിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ 100ഓളം പ്രവർത്തകരാണ് പാർട്ടി ഓഫീസിന്റെ പേര് കരിയോയിൽ ഉപയോഗിച്ച് മായ്ച്ചത്. സുരേഷ് ചന്ദ്രൻ നിലവിലെ പഞ്ചായത്ത് അംഗമാണ്. കാരുവള്ളിൽ ഗോപാലപിള്ള സ്മാരക കോൺഗ്രസ് ഭവൻ പേരിൽ കോൺഗ്രസ് ഭവൻ എന്നത് നിലനിർത്തിയ ശേഷം ബാക്കിയുള്ള പേരുകളാണ് മായ്ച്ചത്. തുടർന്ന് സംഘർഷവുമുണ്ടായി. ചീമൊട്ടയെറിയാനുള്ള ശ്രമം നടന്നതായും ആരോപണമുണ്ട്. ചില നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ഏകാധിപത്യ നിലപാടുകളാണ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ഇടയാക്കിയതെന്ന ആക്ഷേപമുന്നയിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവലോകനം പോലും നടത്താതെ വീണ്ടും കമ്മിറ്റി കൂടിയതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ റിബലുകളെ നിർത്തുകയും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്ത നേതാക്കളെയും അവർക്ക് ഒത്താശ ചെയ്തവരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വളർത്തുനായെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത അയൽവാസിയെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതി പോലീസ് പിടിയിൽ. മയ്യനാട് മുക്കളം സ്വദേശി രാജീവാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. സമീപവാസിയായ കബീർ കുട്ടിയെയാണ് ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചത്. ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ ഇവിടെ. മദ്യപാനിയായ രാജീവ് 2 നായ്ക്കളെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ഇതിനെ സ്ഥിരം ഉപദ്രവിക്കുന്നതും പതിവാണ്. നായ്ക്കളെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത കബീർകുട്ടിയുടെ വീട്ടിലേക്ക് രാജീവ് എത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു. ഇതിനെതിരെ പരാതി കൊടുക്കുവാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴി വീട്ടിൽ നിന്നും വെട്ടുകത്തിയുമായി വന്ന രാജീവ് കബീർകുട്ടിയെ കുത്തുകയായിരുന്നു. നെഞ്ചിന് ആഴത്തിൽ മുറിവേറ്റ കബീർകുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ മയ്യനാട് റെയിൽവേ ഗേറ്റിന് സമീപത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയത്. മയ്യനാട് പനവയലിലെ കബീർകുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർകുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർകുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർകുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർകുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കൊട്ടിയം CI പ്രദീപ്, SI നിതിൻ നളൻ, ASI ഷെർലി സുകുമാരൻ, CPOമാരായ പ്രവീൺ ചന്ദ്, ചന്തു, ശംഭു, ഹരീഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർഷിക മുന്നേറ്റത്തിന് കരുത്തു പകർന്ന് മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കർഷകരെയും ജനപ്രതിനിധികളെയും ആദരിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും മുതിർന്ന കർഷകരെയും മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആദരിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളെയും മുതിർന്ന കർഷകരെയുമാണ്
മുഖത്തല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആദരിച്ചത്. കൊല്ലം പ്രസ് ക്ലബ്ബിൽ ചേർന്ന യോഗം തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി നെടുമ്പന ശിവൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണിയിലെത്തിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്താനുമുള്ള കമ്പനിയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ചടങ്ങിൽ വിശദീകരിച്ചു. കമ്പനി നൽകുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുവാൻ അനിൽജി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മുഖത്തല ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ജനപ്രതിനിധികളും കർഷകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വിശദീകരിച്ചു. മേഖലയിലെ കാർഷിക പാരമ്പര്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കമ്പനി ചെയർമാൻ ഡോക്ടർ അനിലസ് പിള്ള അധ്യക്ഷത വഹിച്ചു. മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്യേണ്ടത് 2000 രൂപയാണ് മെമ്പർഷിപ്പ് ഫീ. 2000 രൂപ അടയ്ക്കുന്ന ഒരു കർഷകൻ പലവിധ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഷിക പെൻഷൻ പൊട്ട്, എല്ലാവിധ ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. 5 മിനിസ്ട്രീസ് ആണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അഗ്രികൾച്ചർ മിനിസ്ട്രി, ഫിഷറീസ് മിനിസ്ട്രി, ഡയറി, ഇതെല്ലാം വരുന്ന 5 മിനിസ്ട്രീസിന്റെ എല്ലാവിധ സംവിധാനങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നമ്മളുടെ നാട്ടിൽ, നമ്മുടെ ബ്ലോക്കിൽ, മുഖത്തല ബ്ലോക്ക് എന്നുള്ളത് 5 പഞ്ചായത്ത് കൂടുന്ന മുഖത്തല ബ്ലോക്കിൽ ഇത് പ്രായോഗികമായിട്ട് കൃഷി, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഭാരതത്തിന്റെ ഘടനയിൽ നോക്കിക്കഴിഞ്ഞാൽ കർഷകരാണ് നമ്മുടെ നാടിനെ നിലനിർത്തിയിരുന്നത്. ഞെട്ടയിൽ ഏലാസമിതി പ്രസിഡന്റും സെക്രട്ടറിയുമായ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, ചന്ദ്രമോഹൻ മുഖത്തല, രവീന്ദ്രൻ പിള്ള, സുദർശനൻ, KR അമ്പിളി, രതീഷസ്, ജ്യോതിലാൽ, അനീഷ്, അഖിൽ, റോഷ്നി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ ആലഞ്ചേരിയിൽ കുറ്റിക്കാടിന് തീപിടിച്ചു. 1 ഏക്കറോളം വരുന്ന തുറസായ ഭൂമിയിലെ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണിത്. അഞ്ചൽ ജംഗ്ഷന് സമീപം ആലഞ്ചേരിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തീപിടുത്തമുണ്ടായത്. കുറ്റിക്കാട് വളർന്ന് പന്തലിച്ചു കിടക്കുകയായിരുന്നു. റോഡിലൂടെ പോയവർ സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാണ് തീപിടിക്കാൻ കാരണമെന്നാണ് നിഗമനം. 1 ഏക്കറോളം ഭാഗത്തെ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. വഴിയാത്രക്കാരാണ് തീ ആളിപ്പടരുന്നത് കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. വന്ന വഴിക്ക് ഭയങ്കരമായ തീ കാണുകയും അപ്പോൾ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും അറിയിക്കുകയും ചെയ്തു. തീപിടുത്ത കാരണം അങ്ങനെയാണ് ആരെങ്കിലും പോയ വഴിക്ക് ഇനി ഇട്ടതാണോ, കാട് മൂടി കിടക്കുകയായിരുന്നു. പുനലൂരിൽ നിന്നുമെത്തിയ 2 യൂണിറ്റ് അഗ്നിശമന സേനകളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീയണച്ചതിനാൽ ചുറ്റുപാടുമുള്ള വീടുകളിലേക്കും കടകളിലേക്കും തീ പടരാതെ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. അമർച്ച ചെയ്യാൻ നോക്കണ്ട, ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ, അതാണ് ഈ വെള്ളാപ്പള്ളി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വർഗീയവാദികളുടെ ആസൂത്രിത ഗൂഢനീക്കങ്ങൾക്കെതിരെയാണ് SNDP യോഗം കുന്നത്തൂർ യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഗൂഢനീക്കങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പാരിതോഷികം കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന സമൂഹത്തിന് അപകടകരമായ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഈ ഈഴവ സമുദായത്തിനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കിട്ടാതെ വന്നപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയപ്പോഴാണ് ഈ സംഘടിത ശക്തികൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വർഗീയവാദിയാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില മാധ്യമങ്ങളും അതിന് പങ്കാളികളായിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ട ഒറ്റ കാര്യം, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയിൽ കഴിഞ്ഞ UDF ഗവൺമെന്റിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് ആ ജില്ലയിലും അതിനടുത്തുള്ള വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ കോളേജുകൾ അനുവദിച്ചപ്പോൾ ആ കോളേജുകളെല്ലാം ആ ഒരു സമുദായത്തിൻ്റെ ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാഹചര്യം നിന്നു. അവിടെ SNDP യോഗം, ഈ കേരളത്തിലെ 27% ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് SNDP യോഗം. ഈ 3 ജില്ലകളിൽ ഈ സമുദായത്തിന് ഒരു കോളേജില്ല, ഒരു സ്കൂളില്ല എന്നുള്ള വിഷയം പറഞ്ഞപ്പോഴാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വർഗീയവാദിയായി ഇവരുടെ മുന്നിൽ അവർ ചിത്രീകരിക്കാൻ തുടങ്ങിയത്. ശാരീരിക ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും അതിന് പണം കൊടുക്കുമെന്നുമുള്ള ജില്ലാ നേതാവിന്റെ കൊട്ടേഷൻ പിൻവലിച്ച് ഉടൻ മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധക്കാർ ഓർമ്മിപ്പിച്ചു. പല പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടും
പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളും അതുകൂടാതെ ചില ചാനലുകളിലും പ്രവർത്തിക്കുന്ന മതേതരന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദികൾ ആക്ഷേപിക്കുകയും കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് മോചനം നേടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വീണ്ടും ഒരു വർഗീയ കലാപം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾ ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇത് സഹിക്കാൻ വയ്യാത്ത ആളുകൾ ട്രോള് ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കുകയാണ്. നമ്മൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ മൊബൈലിൽ കൂടി വരുന്നത്. ഭരണിക്കാവ് ദേവീക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന് സമീപം കരിയോയിലൊഴിച്ചുള്ള കോലം കത്തിക്കലോടെ സമാപിച്ചു. കുന്നത്തൂർ യൂണിയൻ പ്രസിഡന്റ് ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി റാം മനോജ് അധ്യക്ഷത വഹിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വി ബേബികുമാർ, അഡ്വക്കേറ്റ് സുധാകരൻ, യൂണിയൻ കൌൺസിൽ അംഗങ്ങളായ ആർ പ്രേംഷാജി, നെടിയവിള സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ശാഖ യൂണിയൻ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 100ഓളം നേതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തീരദേശ മേഖലയിൽ മാലിന്യം തള്ളുന്നത് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ AK ഹഫീസ്. തീരദേശ മേഖലയിലെ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നുകൂടി കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് പ്രദേശം പരിപാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം തീരദേശ മേഖലയിൽ മാലിന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാലിന്യ നിക്ഷേപം ഒഴിവാക്കുന്നതിനും മാലിന്യം നീക്കം ചെയ്യുന്നതിനുമുള്ള നടപടി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കൊല്ലം മേയറും ഡെപ്യൂട്ടി മേയറും ഡിവിഷൻ കൗൺസിലർമാരും തീരദേശ മേഖല സന്ദർശിച്ചത്. കൊല്ലം ഫോർട്ട് ലേലഹാളിന് സമീപം ടൺ കണക്കിന് പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ കൂടിക്കിടക്കുകയാണ്. പ്രദേശങ്ങളിലെ മാലിന്യം നിക്ഷേപിക്കുന്ന പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ് തീരദേശ മേഖല. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന പ്രദേശങ്ങൾ മേയർ ഹഫീസ്, ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ, കൗൺസിലർമാരായ വിൻസി ബൈജു, പ്രീത ജെ എന്നിവർ സന്ദർശിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് കടലിലേക്ക് ഇറങ്ങുകയും മത്സ്യത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മാലിന്യം ഉടൻ നീക്കം ചെയ്ത് പ്രദേശം സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ AK ഹഫീസ് പറഞ്ഞു. ഇങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഞങ്ങൾ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തീരപ്രദേശത്ത് ഇത്രയധികം വേസ്റ്റ് കൂമ്പാരങ്ങളുണ്ടെന്നും ഇത് കടലിലേക്ക് കൊണ്ട് തള്ളുന്നൊക്കെ പറഞ്ഞപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഭീകരാവസ്ഥ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. ഇത് നേരിൽ കണ്ടപ്പോഴാണ് എന്തൊരു ഭീകരാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കടലിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കടലിലേക്ക് സ്വാഭാവികമായിട്ടും കടലിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ വേസ്റ്റ്. അപ്പോൾ കടലിലെ മത്സ്യസമ്പത്തിനെയും ബാധിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ വറുതിയിലാണ്. മത്സ്യലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷം കഴിയുന്നതോറും മത്സ്യത്തിൻ്റെ ലഭ്യത ഏറ്റവും കുറവായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ വേസ്റ്റും കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തരം വേസ്റ്റും നല്ലതിന് പറയാൻ കഴിയുക. ശരിക്കും കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ മനുഷ്യ ശരീരം പോലും അടിയിലുണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ അത്ര ദയനീയ അവസ്ഥയാണ്. റോഡിൽ കാണുന്ന സർവ്വ മാംസത്തിൻ്റെയൊക്കെ വേസ്റ്റ്, മാംസം അറക്കുന്നതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ തള്ളുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ നിയന്ത്രണവും അടിയന്തരമായി ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇത് പരിപാലിക്കാനും ഇത് സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യും. തീരദേശ മേഖല വർഷങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെയാണ് ഏറ്റവും കൂടുതലായി ഇത് ബാധിക്കുന്നത്. പ്രദേശത്തെ കത്താത്ത തെരുവ് വിളക്കുകളും ഉടൻ പ്രവർത്തന സജ്ജമാക്കുമെന്നും മേയർ ഉറപ്പു നൽകി. കൗൺസിലർ വിൻസി ബൈജുവും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണ്ണക്കൊള്ളക്കേസ്. യൂത്ത് കോൺഗ്രസ് കൊല്ലത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷം. കളക്ട്രേറ്റിനുള്ളിൽ കയറി മുദ്രാവാക്യം വിളിച്ച 12ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പടിഞ്ഞാറേക്കല്ലടയിലെ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം. യൂത്ത് കോൺഗ്രസ് വിമതർ പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തു. കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിൽ ഒഴിച്ച് മായ്ച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്നാണ് പാർട്ടിക്കുള്ളിൽ സ്വരച്ചേർച്ച ഉടലെടുത്തത്. കനാൽ പുറമ്പോക്ക് നിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു. പുനലൂർ താലൂക്കിലെ വിവിധ വില്ലേജുകളിലായി താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം നൽകുന്നതിനായുള്ള നടപടികൾ യാഥാർത്ഥ്യമാകുന്നു. ചാലിയക്കര 16 ഫില്ലിംഗ്, ഉപ്പുകുഴി, ഇടമൺ, 4 സെന്റ് ഉന്നതി, ഉറുക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തി.
വള്ളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം കടവിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി കയത്തിൽ അകപ്പെട്ടു. മടത്തറ കൊല്ലായിൽ സ്വദേശി 17 വയസ്സുകാരൻ അഫ്സാൻ ആണ് അപകടത്തിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട അഫ്സാനെ സുഹൃത്തുക്കളാണ് രക്ഷപ്പെടുത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.